ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഞാൻ പോസ്റ്റ് മാർക്കറ്റോ പ്രീ മാർക്കറ്റോ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ വീക്കിലി അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നിങ്ങനെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ വന്നു. അപ്പോൾ ആ ഗ്യാപ്പ് ഡൗണിൽ നമ്മൾ എങ്ങനെ ആ മാർക്കറ്റിനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു ചാൻസ് വന്നതുകൊണ്ട് അതൊന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാൻ ചോദിച്ചാൽ അന്നേരമുള്ള കാര്യം അന്നേരം പറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കുകയും ചെയ്യാം. അത് പിന്നെ ഭാവിയിൽ അത് ഉപകാരപ്പെടാം. ഇതുപോലൊരു അവസ്ഥ പിന്നെയും ഭാവിയിൽ എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണ്, സമയമില്ലാത്ത സമയമാണെങ്കിൽ ഇതങ്ങ് ചെയ്തേക്കാൻ ചോദിച്ചാണ്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ തന്നെ ഇതങ്ങ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് നമ്മൾ അറിയുന്നില്ല ഇല്ലേ, എന്തൊരു ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ഉണ്ടാകുന്നുള്ള കാര്യം അറിയുന്നില്ല. എന്നാലും സ്ഥിരമായിട്ട് പിന്നെ BTST എടുക്കുന്ന കുറേ ആൾക്കാർ കാണും. അല്ലെങ്കിൽ എസ്പെഷ്യലി BTSTക്കാരുടെ വിട്ടേരെ, അത് ഓപ്ഷൻ ബൈങ്ങുകാരല്ലേ. പക്ഷേങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് മാർക്കറ്റിൽ എപ്പോഴും ഓപ്ഷൻ സെല്ലേഴ്സാണ് കൂടുതൽ അല്ലേ. പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് ആണ് എപ്പോഴും മാർക്കറ്റിനകത്ത് കൂടുതൽ. അപ്പോൾ ഈ ഓപ്ഷൻ സെല്ലേഴ്സ് കോൾ റൈറ്റ് ചെയ്ത് വെച്ചവർ കാണും, പുട്ട് റൈറ്റ് ചെയ്ത് വെച്ചവർ കാണും, റേഞ്ച് ബൗണ്ടറി ചെയ്ത് വെച്ചവർ കാണും, അങ്ങനെ പലവിധ ആൾക്കാർ കാണും. അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 10, 200, 300 പോയിന്റ് ഗ്യാപ്പ് ഇന്ന് ഏകദേശം എത്ര പോയിൻ്റാണ് ഗ്യാപ്പ് ഡൗൺ വന്നത്? ഇന്ന് ഏകദേശം ഗ്യാപ്പ് ഡൗൺ വന്നത് നമുക്ക് നാളെ നോക്കാം. ഇന്നലത്തെ മാർക്കറ്റിന് ശേഷം എത്ര പോയിൻ്റാണ് വന്നത്? ഏകദേശം 500 പോയിൻ്റ് അടുത്ത് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായെന്ന് തോന്നുന്നില്ലേ? എത്ര ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ് അളന്ന് നോക്കട്ടെ. അളന്ന് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു ഈ ലൈനായിരുന്നു ഗ്യാപ്പ് അല്ലേ. ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം 385 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഇന്ന് രാവിലെ ഉണ്ടായത്. 385 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ പലവിധ കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിക്കും. ഓക്കെ, എസ്പെഷ്യലി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ബിഗിനേഴ്സ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിങ്ങൾ മാറി നിൽക്കുക. അതിനുശേഷം എന്ത് സംഭവവികാസമാണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ ചിലരുടെ കയ്യിൽ BTST കാണും, ചിലരുടെ ഓപ്ഷൻ സെല്ല് ചെയ്തേക്കുമായിരിക്കും. ചിലപ്പം അവർക്ക് അപ്പോൾ അങ്ങനെ ഓപ്ഷൻ സെല്ല് ചെയ്തവർക്ക് ഹ്യൂജ് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BTST എതിരെ ഹോൾഡ് ചെയ്തവർ, അതായത് ഇപ്പം കോള് ബൈ ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ വൻ നഷ്ടം, 350 പോയിൻറ്റിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ചില നഷ്ടമല്ല അല്ലേ. അല്ലെങ്കിൽ അവരുടെ കയ്യിരിക്കുന്ന പ്രീമിയം മുഴുവൻ ആവിയായി 0 ആയി പോകുമായിരിക്കും. ഇനി അല്ല പിന്നെ ഓപ്ഷൻ സെല്ല് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് നഷ്ടം വരും. അപ്പം അവരെന്താ ആദ്യത്തെ 5 മിനിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈ അല്ലെ സെല്ല്. ഇപ്പം മാർക്കറ്റ് താഴോട്ടല്ലേ വന്നത്. മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞപ്പം മാർക്കറ്റ് താഴോട്ട് വന്നപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പുട്ട് ബൈ ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. റീറ്റെയിലേഴ്സിനെ ആദ്യം പറയാം. പുട്ട് ബൈ ചെയ്ത ധാരാളം ആൾക്കാരാണ്. അവരെല്ലാവരും ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് പുട്ട് അപ്പം തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും ഇല്ലേ. നിങ്ങൾ കൊടുത്ത് കാശ് മേടിക്കും. ഉള്ള ലാഭം കിട്ടി 350 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം തന്നെ കൊടുത്ത് കാശ് മേടിക്കും ഇല്ലേ. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊരു പുട്ട് ബൈ ചെയ്യുന്നത് എന്തിനാ? മാർക്കറ്റ് താഴോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു പുട്ട് നിങ്ങൾ ബൈ ചെയ്യുന്നത് ഇല്ലേ. അങ്ങനെ മാർക്കറ്റ് താഴോട്ട് വന്നു. അതിനുശേഷം ഈ പുട്ട് നിങ്ങളിവിടെ സെല്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുട്ട് സെല്ല് ചെയ്യുമ്പോൾ എന്തുവാ? നമ്മൾ ആ ബൈ താഴോട്ട് വരും എന്നുള്ള ആ ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്തു? എക്സിറ്റായി അല്ലേ. അങ്ങനെയാണ് പുട്ട് നമ്മളിവിടുന്ന് എക്സിറ്റ് ആകുന്നത്. ഇവിടുന്ന് പുട്ട് നമ്മൾ ബൈ ചെയ്തേക്കുവാണ്, ആ പുട്ട് നമ്മളിവിടെ വിൽക്കുന്നു, നമുക്ക് ലാഭം കിട്ടുന്നു. അവിടെ പുട്ട് സെല്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ? ഓക്കെ, നമ്മളുടെ താഴോട്ട് മാർക്കറ്റ് വീഴും എന്നുള്ള പ്രതീക്ഷ അവസാനിച്ചില്ലേ. അപ്പോൾ അവിടെ ഒരു ബൈയിങ് പ്രഷറാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ പുട്ട് സെല്ല് ചെയ്യുമ്പം, പുട്ട് ബൈ ചെയ്തിട്ടില്ല, ഇവിടെ സെല്ല് ചെയ്യുമ്പം അവിടെ ഒരു മാർക്കറ്റിലൊരു ബൈയിങ് പ്രഷർ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം അതൊന്ന്. ഓക്കെ, ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. അടുത്ത കാര്യം എന്താണ്? ഇനി ഇവിടെ ഈ ധാരാളം ആൾക്കാർ റൈറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, അതുപോലെ പുട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. 2 കൂട്ടരുണ്ട് ഇവിടെ ഇല്ലേ. ഓപ്ഷൻ സെല്ലേഴ്സിനകത്തിൽ കോൾ റൈറ്റ് ചെയ്തവരും കാണും, പുട്ട് റൈറ്റ് ചെയ്തവരും കാണും.
ഇനി ഇവിടെ കോൾ റൈറ്റ് ചെയ്തവർ എന്താ ചെയ്യുന്നത്? കോൾ റൈറ്റ് ചെയ്ത് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് താഴോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ കോൾ റൈറ്റ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മാർക്കറ്റ് താഴോട്ട് വന്നു, ഇല്ലേ? അപ്പോൾ താഴോട്ട് വന്നപ്പോൾ അവർ കോള് എന്ത് ചെയ്യും? തിരിച്ച് ബൈ ചെയ്യും, ഇല്ലേ? കോള് സെല്ല് ചെയ്തേക്കുക ഇവിടെ കോള് സെല്ല് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അവിടെ കോള് എന്ത് ചെയ്യും? ബൈ ചെയ്യും. അവർ സെല്ല് ചെയ്ത പൊസിഷനാണ്, അത് ഇവിടെ വാങ്ങിക്കും, ഇല്ലേ? എക്സിറ്റ് ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ബൈ സംഭവിക്കുന്നു, ഇല്ലേ? അപ്പോഴും മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് മോളോട്ട് പോകും. മനസ്സിലായോ പറഞ്ഞേ? ഇനി അടുത്ത സംഭവം, എന്താ പുട്ട് റൈറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, ഇല്ലേ? പുട്ട് റൈറ്റ് ചെയ്ത താഴെ നിന്ന് മാർക്കറ്റ് ഇവിടുന്ന് മോളോട്ട് കയറും എന്നുള്ള പ്രതീക്ഷയിൽ പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് നഷ്ടത്തിൽ അവർക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവിടെ വീണ്ടും എന്ത് ചെയ്തു? ഒരു പുട്ട് വാങ്ങിച്ച് അവരുടെ പൊസിഷൻ ആവറേജ് ചെയ്യുന്നു. അവരുടെ കുറച്ച് പേര് എക്സിറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ കുറച്ച് പേര് നഷ്ടം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ വേണ്ടി ഫയർ ഫൈറ്റിംഗ് എന്ന് പറയും. ഫയർ ഫൈറ്റിംഗ് അതിനാണ് പറഞ്ഞത് ഓപ്ഷൻ സെല്ല് എന്ന് പറയും ബാക്കപ്പ് മണി ഉണ്ടാകണമെന്ന് പറയുന്നൊരു കാര്യം. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവരുടെ കയ്യിൽ ബാക്കപ്പ് മണി ഉണ്ടാകണമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെന്താ ഇവിടെ ചെയ്യുന്നത്? അവർ ഒന്നുകിൽ വീണ്ടും ഇവിടെ എന്ത് ചെയ്യും? അഡീഷണൽ പുതിയ ന്യൂ പൊസിഷൻ ഇവരവിടെ എന്ത് ചെയ്യും? ഇവരവിടെ ക്രിയേറ്റ് ചെയ്യും, ഇല്ലേ? എന്തിനാണ്? അവരുടെ കയ്യിലുള്ള പൊസിഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നഷ്ടത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? പുതിയ പുട്ട് ഓപ്ഷൻ ഇവിടെ എന്ത് ചെയ്യും? അവർ സെല്ല് ചെയ്യും. അപ്പോൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന അർത്ഥം എന്തുവാ? മാർക്കറ്റ് മോളോട്ട് പോകും എന്നുള്ള ധാരണയിലാണ് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിന് താഴെ ഇപ്പം 24,500 എന്ന് വിചാരിച്ചു. 24,500 മാർക്കറ്റ് ഏകദേശം ഓപ്പൺ ആയെങ്കിൽ അവരിപ്പോൾ 24,000 പുട്ടോ 24,300 പുട്ടോ അല്ലെങ്കിൽ 24,500 പുട്ട് തന്നെ എന്ത് ചെയ്യും? അവരിവിടെ സെല്ല് ചെയ്യും. അപ്പോഴും അവിടെ എന്ത് ചെയ്യും സംഭവിക്കുന്നത്? അവിടെ ഒരു ബൈയിങ് പ്രഷർ. അപ്പോൾ ഈ ബൈയിങ് പ്രഷർ എല്ലാം കൂടെ ഇവിടെ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ 5 മിനിറ്റിനകത്ത് ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കാര്യമാണ്. വളരെ സെക്കൻഡുകൾക്കാകാം മിനിറ്റുകൾക്കാകാം നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അവരവരുടെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും എക്സിറ്റ് ചെയ്യുകയും ആഡ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ 5 മിനിറ്റിലാണ്. അപ്പം ഞാൻ രാവിലെ വോയിസ് നോട്ട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഇത്രയും ഗ്യാപ് ഡൗൺ വന്നാലും മാർക്കറ്റ് ആദ്യത്തെ 5-10 മിനിറ്റ് മാർക്കറ്റ് മോളോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളിപ്പം കഷ്ടകാലത്തിന് CE എടുത്തവർക്ക് വല്ലതും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ 5 മിനിറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പൊസിഷൻ മേടിച്ച് ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടത്തിൻ്റെ തീവ്രത കുറയ്ക്കും. ഏകദേശം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പം ഒരു സെക്കൻഡ്, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പം 24,500 പിയുടെ വില ഈ ദിവസം 50 രൂപയായിരുന്നു. ഓക്കെ, 50 രൂപയായിരുന്നു. ഈ 50 രൂപ ഇവിടെ വന്നപ്പോൾ 200 രൂപയിലാണ് ഓപ്പൺ ചെയ്തത്. 200 രൂപ, 190 ഞാൻ കണ്ടു. 190, 200 രൂപയിലാണ് മാർക്കറ്റ് ഇവിടെ ഈ പിയുടെ വില ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത്. 50 രൂപയ്ക്ക് മേടിച്ച് ഇന്നലെ 50 രൂപയാണ് സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചത്? ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് എത്രയെന്ന് അറിയാമോ? അത് ഏകദേശം 18-20 രൂപയ്ക്കാണ് അത് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളൊരു ഒന്നുകിൽ ഇവിടെ പൊസിഷൻ, നിങ്ങൾക്ക് കിട്ടിയ പൊസിഷൻ, അപ്പം ഞാനിത് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്നാണ് ഞാനീ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞാനീ പറയുന്ന പോലെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഒരു 80% സാധ്യതയും മാർക്കറ്റ് ഇതുപോലെ ഹ്യൂജ് ഗ്യാപ് ഡൗൺ വരുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് മോളോട്ട് പോകാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതൽ. അപ്പം അതിനനുസരിച്ച് അപ്പം നമ്മുടെ പൊസിഷൻസിനെ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്ത് ഒരു ആവറേജ് ലോസിൽ, അല്ലെങ്കിൽ ലോസിൻ്റെ തീവ്രത കുറച്ച് നമ്മൾ ഇറങ്ങാനുള്ള ഒരു സാധ്യതയെ പറ്റി നമ്മളോട് ചിന്തിക്കണം. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് സമയം കിട്ടിയില്ലേ? മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഏകദേശം ഇവിടെ വരെ എത്തിയപ്പോൾ ഈ 200 രൂപ എന്നുള്ളത് ഇവിടെ വരെ എത്തിയപ്പോൾ ഏകദേശം 150 രൂപ 140 രൂപ ആ റേഞ്ചിലെത്തി, ഇല്ലേ? ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ആവറേജ് ഒന്നുകൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ തീവ്രത ഇപ്പോൾ ഇവിടെ ഇത് ഞാൻ പിയുടെ വിലയാണ് പറഞ്ഞു കേട്ടോ. ഈ പിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ 24,500 എത്ര വില എനിക്കറിയത്തില്ല. മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 200 വില 200 രൂപ എന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ എന്തായി? 50 രൂപയായി. ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ രണ്ട് ലോട്ട് ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ആവറേജ് പ്രൈസ് 100 രൂപയോ 110 രൂപയോ ആകും. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കോസ്റ്റെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാനുള്ള ചെറിയ ലോസുകൾ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. നഷ്ടത്തിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ ഇതൊക്കെ പറയാൻ കൊള്ളാമെങ്കിലും അന്നേരം നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ, ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എടുക്കേണ്ട ഡിസിഷൻസാണ്.
അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ എന്ന് പറയുന്നത്. ഒരു ബിഗിനർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു കാര്യം ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. അപ്പം ഇത് നിങ്ങളുടെ പൊസിഷൻസ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോസിൽ പോയതിനെ എങ്ങനെയെങ്കിലും മാക്സിമം കോസ്റ്റ് അല്ലെങ്കിൽ ചെറിയ ലോസിൽ ഇറങ്ങാനുള്ള സംവിധാനങ്ങളാണ് നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ വരുമ്പോൾ നമ്മൾ ആദ്യം ഗ്ലോബൽ മാർക്കറ്റിനെ നോക്കണം. ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ്, ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ വിട്ടേര്, ആദ്യത്തെ 5 മിനിറ്റ്, കാരണം അവിടെ മാർക്കറ്റ് ഫ്യൂച്ചർ, ഇപ്പം US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ 5-10 മിനിറ്റ് ഉള്ള സംഭവം നമ്മൾ US മാർക്കറ്റുമായിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് ഡീകപ്പിൾഡ് ആയിരിക്കും. കാര്യം എന്താ, നമ്മുടെ പൊസിഷൻസൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള പൊസിഷൻസൊക്കെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങോട്ട് നടക്കണം. അപ്പോൾ ഇവിടെ ഒരു വോളറ്റാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ വിട്ടേക്കുക, ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് ഡീകപ്പിൾഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് നോക്കണം. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇത് നമ്മുടെ ലോക്കൽ ന്യൂസ് കൊണ്ടുണ്ടായ ഒരു സംഭവമല്ല. ഇങ്ങനെ ഈ ഇറാൻ ഇസ്രായേൽ അടി എന്ന് പറഞ്ഞ സംഭവം ഒരു ലോക്കൽ ന്യൂസ് അല്ല, അല്ലേ? ഇതൊരു ഗ്ലോബൽ ന്യൂസാണ്. അപ്പോൾ ഗ്ലോബൽ ന്യൂസ് ആകുമ്പം ഇത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പം എല്ലാ മാർക്കറ്റിൻ്റെയും മദർ മാർക്കറ്റാണ് ആര്? US മാർക്കറ്റ്, അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് US ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചറാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ആ ഫ്യൂച്ചർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കണം. അപ്പം ഫ്യൂച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവം നോക്കാം. ഫ്യൂച്ചറോടെ എന്താ സംഭവിക്കുന്നത്? ഫ്യൂച്ചർ നമ്മൾക്ക് US ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ US ഫ്യൂച്ചറും നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഇല്ലേ? ഇതിവിടെ US ഫ്യൂച്ചർ അവിടെ ഉണ്ട്, ഇവിടെ അടുത്ത് ഞാൻ നീക്കിയിട്ട് US ഫ്യൂച്ചർ എന്ത് ചെയ്ത് നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഫർദർ നമ്മുടെ മൂവ്മെൻറ്റ്, മുന്നോട്ടുള്ള നമ്മുടെ നീക്കം ഗ്ലോബൽ മാർക്കറ്റിനെ ആശ്രയിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? US ഫ്യൂച്ചർ നോക്കണം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ, ഇതിപ്പം നിങ്ങൾക്ക് പറ്റത്തില്ല, ഇതിപ്പോൾ ഞാൻ പ്രീമിയം കൊടുത്ത് മേടിച്ചുകൊണ്ടാണ് എനിക്കിതിങ്ങനെ പറ്റുന്നത്. നമ്മൾ രണ്ട് മാർക്കറ്റിനെയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് നിങ്ങൾ 2 വിൻഡോയിൽ ഓപ്പൺ ചെയ്തിട്ടിട്ട് നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണോ ഗ്ലോബൽ മാർക്കറ്റ് പോയത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എന്ത് സംഭവിച്ചത്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും നിഫ്റ്റിയും സഞ്ചരിച്ചേക്കും. നോക്കിക്കണ്ടോ, ഇത് ഒരു റേഞ്ചിൽ ഇങ്ങനെ ഒരു US മാർക്കറ്റ് എങ്ങനെ സംഭവിച്ചത്, ഒരു റേഞ്ചിൽ ഇങ്ങനെ ഇതിങ്ങനെ ആടിക്കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ നിൽക്കുക. അതേസമയം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ആദ്യത്തെ 15 മിനിറ്റ് ഞാൻ പറഞ്ഞു, ആദ്യത്തെ 15 മിനിറ്റ് വോളറ്റാലിറ്റിയാണ്, അത് ആദ്യത്തെ 15 മിനിറ്റ് വിട്ടേര്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഇച്ചിരി ഓവർ റിയാക്ഷൻ കൂടുതലാണ് നമ്മുടെ നമ്മുടെ മാർക്കറ്റ് ഇച്ചിരി ഓവർ റിയാക്ഷൻ കൂടുതലാണ്. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഇത്രയും US മാർക്കറ്റ് പോയിട്ടില്ല, ഇവിടം വരെ ഒന്നും പോകേണ്ട യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് US മാർക്കറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മുടെ നിഫ്റ്റി ഇതിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഓവർ റിയാക്ഷൻ കാണിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്തുവാ, എത്ര ഓവർ റിയാക്ഷൻ കാണിച്ചാലും ഇവൻ ഇങ്ങനെ ന്യൂട്രലായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കും തോറും ഇത് എത്ര മോളിൽ പോയാലും സാധനം നേരെ താഴോട്ട് വരണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഓവർ റിയാക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് ചാർട്ട് വരച്ചിട്ടു, ഇവിടുന്ന് നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ തന്നു, ഇല്ലേ? ഇവിടുന്ന് ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ ടാർഗറ്റ് അതുപോലെ തന്നെ നമ്മൾ വരച്ച ലൈൻ അതുപോലെ തന്നെ വന്ന് ഹിറ്റ് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ കുറച്ചുകൂടെ താഴോട്ട് പോയി, ഇല്ലേ? അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക്, മിടുക്കന്മാർ ഹോൾഡ് ചെയ്തവർക്കും നഷ്ടമൊന്നും വന്നിട്ടില്ല, ലാഭമേ ഉള്ളായിരുന്നു. എങ്കിലും ഈ മാർക്കറ്റ് ഇത്രയും വന്നു, നമുക്കിപ്പം മനസ്സിലായി, അല്ലേ? നമ്മളെങ്ങനെ ഈ ട്രേഡ് എടുത്തത്? ഗ്ലോബൽ മാർക്കറ്റിനെ നോക്കിയാണ്, ഇല്ലേ? US-ൻ്റെ മാർക്കറ്റിനെ നോക്കിയാണ്. കാരണം US മാർക്കറ്റ് അങ്ങനെ മുകളിലോട്ട് പോകുന്നില്ല, ഓവർ റിയാക്ഷൻ കാണിക്കുന്നില്ല. പക്ഷേ ഇവൻ ഓവർ റിയാക്ഷൻ കാണിക്കുന്നു. അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കൊണ്ടുപോയി നമ്മളെ പെടുത്താനുള്ള പരിപാടിയാണ് നമുക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ അതോടെ നമ്മളൊരു പൊസിഷൻ എടുത്തു, ക്ലിയർ ആയിട്ട് തിരിച്ച് നേരെ അതുപോലെ തന്നെ താഴെ അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് താഴെ വന്നു, നമ്മളിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്ലോബലി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഇനി അടുത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വരെ വന്നു, ഇല്ലേ? ഇവിടെ വരെ വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് കണ്ട് മുകളിലോട്ട് പോയി, ഇല്ലേ? ഇവിടെ വരെ വന്നു. ഈ പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ കാണുന്നത്, ഈ ബുക്കിംഗ് എവിടെ കാണുന്നത്? അല്ല, ഇവിടെ അല്ല, ഇത് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് നേരെ ഇത് നമ്മുടെ ഈ മാർക്കറ്റ് അവസാനിച്ച ശേഷമുള്ള സംഭവം, ഈ കാണുന്നത്.
ഈ കാണുന്നതാണ് ഇവിടെ ഇല്ലേ. അതിനുശേഷം ചെറുതായിട്ട് മുകളിലോട്ട് പോയിട്ട് മാർക്കറ്റ് നേരെ താഴോട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ നിന്ന് സംഭവിച്ചത് മാർക്കറ്റ് നേരെ മുകളിലോട്ട് തന്നെ പോയി ഇത് സസ്റ്റെയിൻ ചെയ്ത് താഴോട്ട് വീഴാതെ മുകളിലോട്ട് തന്നെ പോയി അവിടെ പോയി ക്ലോസ് ചെയ്തു ഇല്ലേ. ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അതിൻ്റെ കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തതാണ് 24,735 24,735 ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആക്ച്വൽ ക്ലോസിങ് നോക്കിക്കുക എത്രയാണ്? 24,718 24,718 മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ. ഇത് ലൈവ് മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കുറച്ചുകൂടെ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഓപ്പറേറ്റർ പ്ലേ ആണ്. ഇതൊക്കെ അവർക്കറിയാം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമെന്ന്, ഇങ്ങനെയൊക്കെയാണെന്ന് ഈ വരയും കുറിയൊക്കെ അവർക്കും അറിയാം. നമ്മളെപ്പോലെ പൊട്ടന്മാരൊന്നും അല്ല അവർ. അപ്പോൾ നമ്മുടെ വിചാരം നമുക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ വരയ്ക്കുന്ന എത്രയോ ധാരാളമുണ്ട്. എന്നെപ്പോലെ വരയ്ക്കുന്ന, നിങ്ങളെപ്പോലെ വരയ്ക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അവർക്കറിയാം. ആ ചിന്തയ്ക്ക് തടയിടാനോ അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. മനസ്സിലായി? അവസാനം മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയണം തോന്നി. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ പൊസിഷൻ എടുക്കുമ്പം അല്ലെ ഒരു ട്രേഡ് എടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ലോക്കൽ ന്യൂസ് കൊണ്ടുള്ള ഗ്യാപ് ഡൗൺ അല്ലാതെ ഗ്ലോബലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗ്ലോബൽ മാർക്കറ്റിനെ, അതായത് മദർ മാർക്കറ്റായ US മാർക്കറ്റിനെ നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. ഇപ്പോൾ നോക്കിക്കേ, ഇതിന് ശേഷം ഈ ട്രേഡിന് ശേഷം നമ്മുടെ മാർക്കറ്റ് അവസാനിച്ച ശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് അവസാനിച്ച ശേഷം എന്താ? മാർക്കറ്റ് നേരെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നേരെ താഴെ പോയി ഇല്ലേ. താഴെ പോയി ഇതിനിപ്പോൾ താഴെ ക്ലോസ് ചെയ്ത് നെഗറ്റീവിലാണ് ഇപ്പോൾ സംഭവം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ. പക്ഷേ നമുക്ക് ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇവിടെ കിട്ടിയില്ല. കാരണം എന്താ? നമ്മളെ പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കൊണ്ടുപോയി ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് കുറച്ച് പേരെങ്കിലും അതിന് വീണ് പോകും ഇല്ലേ. കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കാര്യം മനസ്സിലാവും. അങ്ങനെ കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. കാര്യം മനസ്സിലായല്ലോ പറഞ്ഞേ. അപ്പോൾ ഇനിയിപ്പം നിഫ്റ്റി 12,900 ഇതല്ലല്ലോ നമ്മുടെ നിഫ്റ്റി ഇവിടെ 24,739 ഇല്ല 24,739 ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണത്തില്ല. ഒരു മിനിറ്റ് 24,739 ഇല്ല, ഒരു 15 മിനിറ്റ് റെസ്റ്റ് ഉണ്ട്. അവിടെ നിൽക്കുന്നേ ഉള്ളൂ മാർക്കറ്റ്. നിഫ്റ്റി ലൈവ് അല്ല ഇപ്പോൾ. ഓക്കെ, അപ്പം ലൈവ് വരുമ്പോൾ മേ ബി ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ആയിട്ടായിരിക്കും ചിലപ്പം നിഫ്റ്റി ഓപ്പൺ ആകുന്നത്. കാരണം ഇപ്പം US മാർക്കറ്റ് ഏകദേശം ഫ്ലാറ്റാണ്. ഇന്ന് നമ്മൾ എവിടെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്ത് ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പം ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നാളെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അടുത്ത 2 ദിവസം എന്തും സംഭവിക്കാം. ഗ്ലോബലി അൺസർട്ടനിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് പൊസിഷൻ ചിലർ ധാരാളം പേര് പി എടുത്തിട്ടുണ്ടായിരിക്കും. അടി പ്രതീക്ഷിച്ചായിരിക്കും പി എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അടി നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോട്ടറി കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഗോവിന്ദ. ഓക്കെ, എനിവേ എന്തുമായാലും BTST എടുത്ത് വെക്കുന്നവർക്ക് ഇന്ന് ചിലപ്പോൾ C എടുത്തവർക്കെല്ലാം ധാരാളം നഷ്ടം ഉണ്ടായിട്ടായിരിക്കും. അപ്പം BTST എടുക്കരുതെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് BTST എടുക്കുന്നത്. പലരും ചോദിച്ചാൽ എന്ത് സാറേ BTST വെച്ചാൽ ബൈ ടുഡേ സെൽ ടുമോറോ. ഇന്ന് വാങ്ങിച്ചു വെക്കുന്നു, ഒറ്റ രാത്രിക്ക് വാങ്ങിച്ചു വെക്കുന്നു, നാളെ രാവിലെ വിൽക്കുന്നു. അപ്പം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അവനവൻ സഹിച്ചോണം. ഇത്രയേ ഉള്ളൂ കാര്യം. അതാണ് BTST. മനസ്സിലായാലും പറഞ്ഞേ. അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീക്കിലി അനാലിസിസ് പറയാം. അപ്പം നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇനി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഇനി ഇങ്ങനെ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാകുമ്പോൾ അവിടെ മാർക്കറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു പേപ്പർ ട്രേഡെങ്കിലും ഒരു ബുക്കിനകത്തെങ്കിലും എഴുതി വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. റിയലായിട്ട് ട്രേഡ് ചെയ്യാതെ നിങ്ങൾ ഒരു അല്ലാതെ ട്രേഡ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു വീക്കെൻഡ് ആശംസിക്കുന്ന. പഠിക്കാൻ ശ്രമിക്കുക. കഴിവതും പ്രൈസ് ആക്ഷൻസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട്, അതെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. നിരന്തരം പഠിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ തന്നെ ലോട്ടറി കളിക്കേണ്ടി വരും, ചക്ക വീണ് മുയലിയാകേണ്ടി വരും, അങ്ങനെയൊക്കെ കളിക്കേണ്ടി വരും. അതേസമയം കൃത്യമായി നമ്മൾ ഇതുപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് എൻട്രി കിട്ടും. ആ എൻട്രിയിൽ 1-2 ട്രേഡ് എടുത്ത് നമ്മുടെ ട്രേഡുകൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ പിന്നെ ഉദ്ദേശത്തിലോട്ട് പോവുകയാണ്. എങ്കിലും ന്യായം പാലിക്കുക. അവിടെ എവിടെയാണെങ്കിലും ന്യായം പാലിക്കുക. ഇവിടെ നമുക്ക് ഇത് കണ്ടില്ലേ, ഇവിടെ ട്രേഡ് എടുത്ത് ഇവിടെ വരെ ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം 10-15 പോയിന്റ് കിട്ടി ഓൾറെഡി. അപ്പോൾ ന്യായം കിട്ടിയവർക്ക് ന്യായം പാലിച്ച് ഇറങ്ങുക. അപ്പോൾ ന്യായം മാത്രമേ നിങ്ങൾ രക്ഷിക്കൂ, വേറെ ഒന്നും നിങ്ങളെ രക്ഷിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് ആശംസിക്കുന്നു. എൻജോയ് വിത്ത് യുവർ ഫാമിലി. ട്രേഡിനെ മടന്നേക്കുക. നമുക്ക് അവസാനം ഇനി തിങ്കളാഴ്ച നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനിടയിൽ വീക്കിലി അനാലിസിസ് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.